നമുക്കൊപ്പം അതിഥിയാണുള്ളത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഒപ്പം ചേരുന്നത്. ഡോക്ടർ താജ് ആലുവ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മുന്നൊരുക്കം ട്രംപ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഗ്രീൻലൻഡിൽ വലിയ തലത്തിൽ അമേരിക്കയെ പ്രതിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ, മാത്രമല്ല അവരുടെ സർക്കാരൊക്കെ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക ശരിക്കും ഗ്രീൻലൻഡ് പിടിക്കുമോ ഡോക്ടർ താജ് ആലുവ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോ അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിന്റെ ആളാണ് എന്ന് ഇതിനകം ലോകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സ്വന്തം രാജ്യത്തിന്റെ എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇപ്പോ ഈ അടുത്ത് വെനിസുലയ്ക്കെതിരെ ആക്രമണം നടത്തുകയും അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നത്, അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. പക്ഷേ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ അമേരിക്കക്കാർക്കും വേണ്ടിയിട്ടല്ല ട്രംപ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതാനും ചില ഓയിൽ കമ്പനികൾ, അതുപോലെ തന്നെ ബിസിനസ് മാഗ്നറ്റുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഇവരുടെയൊക്കെ താല്പര്യവും ഇവരുടെ എല്ലാം ലാഭവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപിന്റെ ഓരോ നീക്കവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അന്താരാഷ്ട്ര ബന്ധങ്ങളാകട്ടെ, ഇത്തരത്തിലുള്ള യുദ്ധങ്ങളാകട്ടെ. നോക്കൂ, ഈ കഴിഞ്ഞ ഒറ്റ വർഷം 2025 7 രാജ്യങ്ങളെയാണ് ട്രംപ് ബോംബ് ചെയ്തത്. സൊമാലിയ, ഇറാഖ്, ഇറാൻ, യമൻ തുടങ്ങി നൈജീരിയ. ഈ അടുത്ത് ഏറ്റവും ക്രിസ്മസിന്റെ അന്ന് നൈജീരിയ അടക്കം ബോംബിട്ടുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചത്. ഈ വർഷം തുടങ്ങിയപ്പോ ഇപ്പോ വെനിസുലയെ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ വെനിസുലയിലെ പ്രസിഡന്റിനെ പിടിച്ചെടുത്തു, തട്ടിക്കൊണ്ടുപോയി. അതോടൊപ്പം അവിടുത്തെ ഭരണകൂടത്തെ ഏറെക്കുറെ ഒരു ഡീലിൽ എത്തിച്ചിരിക്കുകയാണ്, ഒരു നിർബന്ധപൂർവം ഒരു കരാറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോ ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോ ഏതെങ്കിലും ഒരു ഇറാൻ പോലെയുള്ള അല്ലെങ്കിൽ യമൻ പോലെയുള്ള ഒരു അറബ് രാജ്യത്തെയോ മുസ്ലിം രാജ്യത്തെയോ ആക്രമിക്കുന്നത് പോലെ അല്ല ഗ്രീൻലാൻഡിനെ ആക്രമിച്ചാൽ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം. ഏറ്റവും പ്രധാനം, നാറ്റോ, അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് അറ്റ്ലാന്റിക്കിന് ഇരുപുറവുമുള്ള ഭൂഖണ്ഡങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ച നാറ്റോ സഖ്യകക്ഷിയായിട്ടുള്ള, നാറ്റോയിൽ അംഗമായിട്ടുള്ള ഡെൻമാർക്കിന്റെ പരമാധികാരത്തിന് മേലാണ് ഇപ്പോ ട്രംപ് കൈവെക്കാൻ പോകുന്നത്. അതൊരല്പം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ യൂറോപ്പുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിലേക്ക് അത് എത്തിക്കും. നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് അത് നയിക്കും. താൻ എന്തൊക്കെ തന്നെ പ്ലാൻ ചെയ്താലും അത് പിന്നെ കൃത്യമായി ആ പ്ലാൻ ചെയ്ത രൂപത്തിൽ അത് നടന്നുകൊള്ളണമെന്നില്ല. ഇവിടെ നമ്മൾ നേരത്തെ താങ്കൾ തന്നെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഡെൻമാർക്ക് ഈ ഗ്രീൻലാൻഡിന്റെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ റെയർ എർത്ത് മിനറൽസിന്റെ, അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട്. അതുപോലെ തന്നെ ചൈനയ്ക്കും അതുപോലെ റഷ്യക്കും ഒക്കെ അടുത്ത് തന്നെ, പ്രത്യേകിച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സൈനിക താവളം, നേരത്തെ തന്നെ അമേരിക്കക്ക് അവിടെ ഒരു ബേസ് ഉണ്ട്. ആ ബേസിനെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് കയ്യിൽ വന്നാൽ റഷ്യയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭീഷണിയെ തകർക്കാൻ അമേരിക്കക്ക് സാധിക്കും. അതോടൊപ്പം പുതിയ കപ്പൽപാതകൾ അവിടെ നിർമ്മിക്കാൻ സാധിക്കും. കപ്പൽപാതകളുടെ അത് കൂടി പിന്നെ ഏഷ്യയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയെ സഹായിക്കും. അപ്പോൾ ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളാണ് മുന്നിൽ ട്രംപ് കാണുന്നത്. പക്ഷേ യൂറോപ്പിനെ പിണക്കിക്കൊണ്ട്, ഈ ഒരു ഘട്ടത്തിൽ യൂറോപ്പിനെ കൂടി പിണക്കിക്കൊണ്ട് തന്റെ ആ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് മുതിരുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരെ പിണക്കുക എന്നുള്ളതും ഒരു പ്രശ്നമല്ല. ഏത് സന്ദർഭത്തിലും താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ട്രംപ് മാറിയിരിക്കുന്നു. അതിന് അന്താരാഷ്ട്ര നിയമങ്ങൾ, സ്വന്തം രാജ്യത്തിന്റെ തന്നെ നിയമങ്ങൾ ബാധകമല്ലാത്ത രൂപത്തിൽ. ഇപ്പൊ നോക്കൂ, അമേരിക്ക ഒരു വിദേശ രാജ്യത്ത് നേരത്തെ മദുരയെ പിടിച്ചതുപോലുള്ള ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിനെ ധരിപ്പിക്കണം, കോൺഗ്രസിന്റെ ഒരു സമ്മതം വേണ്ടതുണ്ട്. അത് പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏതോ ഒരു 2020 ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നിക്കോളാസ് മദുറോയെ പിടിച്ചത്. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ ഒരു മെഷീൻ ഗണ്ണ് കൈവശം വെച്ചു എന്ന ഒരു ബാലിശമായ ഒരു കുറ്റം പോലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇപ്പോ അവിടുത്തെ നിയമം അനുസരിച്ച് തോക്കുകൾ കൈവശം വെക്കാം. അതുപോലും
അത്രത്തോളം ബാലിശമായ പിന്നെ പലതരത്തിലുള്ള കുറ്റാരോപണങ്ങളുടെ മറപിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ പ്രസിഡന്റ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നല്ലവനാണോ ചീത്തവനാണോ എന്നൊന്നും വിധിക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഓരോ രാജ്യത്തും അങ്ങനെയാണ്. ട്രംപ് സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ഏകാധിപതികളും അതുപോലെ തന്നെ അത്തരം ഭരണകൂടങ്ങളും ലോകത്ത് നിലവിലിരിക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ട്രംപിന് ഇത്തരം നിയമങ്ങളോ ഇത്തരം അന്താരാഷ്ട്ര മര്യാദകളോ ICC നോക്കൂ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ആ ക്രിമിനൽ കോർട്ട് ലോകത്തെ എല്ലാവരും ഒപ്പുവെച്ച, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ അവരുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര പിന്നെ ക്രിമിനൽ കോടതിയുടെ പിന്നെ അവിടുത്തെ പ്രോസിക്യൂട്ടറെ എല്ലാം അറസ്റ്റ് ചെയ്യും, അത് പിരിച്ചുവിടണം, യുണൈറ്റഡ് നേഷനിൽ സംസാരിക്കാൻ വരുന്നവരെ പ്രസംഗിക്കാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ വരെ ഭീഷണി മുഴക്കിയ ആളാണ് ട്രംപ്. WHO നിന്ന് പിന്മാറുകയും അങ്ങനെ പിന്നെ കുറെ കാലം പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ ക്ലൈമറ്റ് ട്രീറ്റി, പലതരത്തിലുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ കരാറുകളിൽ നിന്നൊക്കെ പിൻവാങ്ങിയ ആളാണ്. അപ്പോ ഇവിടെ നമ്മൾ ശരിക്കും വാസ്തവത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. അതായത് ഒരു കടിഞ്ഞാണുമില്ലാതെ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവർ എന്ന് വിളിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തുക, അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിനുണ്ട്. പക്ഷെ യൂറോപ്പ് പോലും നിക്കോളാസ് മദുറോയുടെ വിഷയത്തിൽ കാണിച്ച നിസ്സംഗത അതിനവർ പേ ചെയ്യേണ്ടി വരും എന്നാണ് ഗ്രീൻലാൻഡിന് നേരെ ട്രംപ് മുഴക്കിയ ഭീഷണിയിൽ നമ്മൾ മനസ്സിലാകുന്നത്. അപ്പൊ നാറ്റോ പോലുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കരാറിനെ പോലും, ആ ഒരു സഖ്യത്തിന്റെ പരിഭാവനതയെ പോലും മാനിക്കാതെയാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുകയും നടപടിയെടുക്കാൻ മുതിരുകയും ചെയ്യുന്നതെങ്കിൽ ഇതൊരർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ ഒരു അല്ലെങ്കിൽ അമേരിക്കയുടെ മാത്രം ഒരു നൈതികതയുടെ പ്രശ്നം മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും. ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ താജ് ആലുവ, നമ്മുടെ സമയപരിമിതി ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അതായത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക എന്നാൽ ലോക പോലീസ് മാത്രമല്ല, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മേൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ച് ആ രാജ്യങ്ങളിലെ ഭരണങ്ങളിൽ കടന്നു കയറി അവരെ ഏത് തലത്തിലും ആ ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാട് അമേരിക്ക ചരിത്രത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും അതിന് പിൻപും ശേഷമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മുൻപും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഗ്രീൻലൻഡ് പിടിക്കുമോ ട്രംപ്? കാത്തിരുന്ന് കാണാം.